നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് 8ാം ക്ലാസ്സിലെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് മോഷൻ ആൻഡ് ഫോഴ്സ്, ചലനവും ബലവും. ആ യൂണിറ്റിൻ്റെ 2 പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നോട്ട്സും ഉൾപ്പെടുത്തി ചെയ്തതാണ്. നമ്മൾ ആ യൂണിറ്റിലെ ലെറ്റസസ് സോൾവിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ആ ലെറ്റസസ് സോൾവിങ്ങിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് 2-3 ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇലസ്ട്രേഷൻസ്, അതായത് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ലെറ്റസസ് സോൾവിംഗ് അറിയാമെങ്കിൽ കൂടി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഓണം എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ കാർ സ്റ്റാർട്ട്സ് ഫ്രം എ ആൻഡ് റീച്ചസ് ബി വിച്ച് ഈസ് 75 മീറ്റർ എവേ. അതായത് ഒരു കാർ എയിൽ നിന്ന് പുറപ്പെട്ട് 75 മീറ്റർ അകലെയുള്ള ബി എന്ന സ്ഥലത്ത് എത്തുന്നു. ദ യൂണിഫോം സ്പീഡ് ഓഫ് ദി കാർ ഈസ് 25 മീറ്റർ പെർ സെക്കൻഡ്. ഈ കാറിന്റെ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാറ് ഒരു യൂണിഫോം സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. Another car with a uniform speed of 30 meter per second starts from A and reaches B through C. മറ്റൊരു കാറ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ബിയിലെത്തുന്നു. അത് ബിയിലെത്തുന്നത് സി വഴിയാണ്. ത്രൂ സി വഴിയാണ് ബിയിൽ എത്തിച്ചേരുന്നത്. വിച്ച് കാർ വിൽ റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഫസ്റ്റ്? ഏത് കാറാണ് ആ ഡെസ്റ്റിനേഷനിൽ ഫസ്റ്റ് എത്തിച്ചേരുന്നത്? ഇവിടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബി ആണ്. താഴെ ഫിഗറും തന്നിട്ടുണ്ട്, കണ്ടോ? അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ കണ്ടോ നമ്മുടെ ആ 2 കാറുകൾ. അപ്പോൾ നമുക്ക് പേര് കൊടുക്കാം. ആദ്യത്തെ കാർ സഞ്ചരിച്ചത് കാർ 1, രണ്ടാമത്തെ കാർ 2 എന്ന് നമുക്ക് പേര് കൊടുക്കാം. ഈ കാർ 1ഉം കാർ 2ഉം സഞ്ചരിച്ച ഒരു ഫിഗർ അല്ലേ, ആ ഡിസ്റ്റൻസ് കാണിക്കുന്ന ഒരു ഫിഗറാണ് ഇവിടെ ഈ ട്രയാങ്കിളിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ കാർ 1 സഞ്ചരിച്ചത് എയിൽ നിന്ന് ബിയിലേക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 75 മീറ്റർ ഡിസ്റ്റൻസ് ആണ് കാർ 1 സഞ്ചരിച്ചത് അല്ലേ. എയിൽ നിന്ന് നേരെ അങ്ങ് ബിയിലോട്ട് എത്തുകയാണ് ഉണ്ടായത്. ഇത് എ മുതൽ ബി വരെയുള്ള അകലം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 75 മീറ്റർ ആണ് ആണല്ലോ. ഇനി കാർ 2 സഞ്ചരിച്ചത് നോക്കിക്കോളൂ. കാർ 2 സഞ്ചരിച്ച് ആദ്യം എയിൽ നിന്ന് സിയിലെത്തി. അപ്പോൾ 50 മീറ്റർ സഞ്ചരിച്ചു. ഇനി സിയിൽ നിന്ന് അത് പിന്നെയാണ് ബിയിലെത്തിയത്. അപ്പോൾ 70 മീറ്റർ. അപ്പോൾ ഇത് മൊത്തം സഞ്ചരിച്ച രണ്ടാമത്തെ കാറ് മൊത്തം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 50 + 70 അല്ലേ. മൊത്തം അത്രയും ദൂരം സഞ്ചരിച്ചു. സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്. കാർ 2 സഞ്ചരിച്ചത് 30 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് 50 + 70, അതായത് 120 മീറ്റർ ദൂരം സഞ്ചരിച്ചത്. ഇനി കാർ 1 എയിൽ നിന്ന് ബിയിലോട്ട് സഞ്ചരിച്ചത് 25 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ 75 മീറ്റർ ദൂരം സഞ്ചരിച്ചു എയിൽ നിന്ന് ബിയിലോട്ട്. അപ്പോൾ നമുക്കിതിനി എങ്ങനെ കണക്കാക്കാൻ നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായല്ലോ, കാർ 1ഉം കാർ 2 എങ്ങനെയൊക്കെയാണ് സഞ്ചരിച്ചതെന്നുള്ളത്. ഇവിടെ ഫസ്റ്റ് കാർ അല്ലേ, കാർ 1 ഡിസ്റ്റൻസ്, കാർ 1 സഞ്ചരിച്ച ദൂരം എത്രയാണ്? ഡിസ്റ്റൻസ് d1 = 75 മീറ്റർ, 75 മീറ്റർ ആണ്. അതിന്റെ സ്പീഡ് എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ്. കാർ 1ന്റെ സ്പീഡ് 25 മീറ്റർ പെർ സെക്കൻഡ്, ഡിസ്റ്റൻസ് 75 മീറ്റർ. നമുക്ക് ആ ട്രയാങ്കിൾ ഫിഗർ ഉണ്ടല്ലോ, അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം ഇവ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അത് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചതാണ്. എന്താണ്? സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് നോക്ക്, സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം നമുക്കറിയാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ടൈമാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ടൈം = ഡിസ്റ്റൻസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത് ഇങ്ങ് താഴോട്ട് കൊണ്ടുവന്നാൽ മതി. ഇതിനെ മുകളിലോട്ടും കൊണ്ടുപോകണം. അപ്പോൾ ടൈം = ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇതാണ് ഇക്വേഷൻ. ടൈം = ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അതിൽ ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട്, സ്പീഡ് നമ്മുടെ കയ്യിലുണ്ട്, ടൈമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് കാർ സഞ്ചരിച്ച ടൈം എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ ടൈം t1. അപ്പോൾ എന്താണ് ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ട് 75 ഡിവൈഡഡ് ബൈ സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട് 25. അപ്പോൾ 75/25, 75ഉം 25ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 3 സെക്കൻഡ് എന്ന് കിട്ടും. 3 സെക്കൻഡ്. ഓക്കെ ആണല്ലോ. 75/25 ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 75ൻ്റെ നമുക്ക് 3 × 25 എന്ന് എഴുതാം. അതായത് 25നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 3 5,
പിന്നെ 1 റിമൈൻഡർ, അടുത്തത് 2 × 3 6, 6 + 1 7, അങ്ങനെയാണ് 75 കണ്ടോ. അപ്പം നമുക്ക് 3 × 25 എന്ന് എഴുതാം. ഏതിനാ? 75ന്. ഡിവൈഡഡ് ബൈ 25 അതേപോലെ എഴുതി. ഇനി നമുക്ക് ഈ 25 പരസ്പരം ക്യാൻസലായിപ്പോയി, ബാക്കി 3. അങ്ങനെയാണ് അവിടെ 75നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടൈം നമുക്ക് 3 സെക്കൻഡ് എന്ന് കിട്ടുന്നത്. അടുത്തത് കാർ 2ൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് അല്ല, ടൈം നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? കാർ 2 സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണ്? 50 + 70 എത്രയാണ്? 120 മീറ്റർ. ഇനി അതിന്റെ സ്പീഡ് എത്രയാണ്? 30 മീറ്റർ/സെക്കൻഡ്. അതായത് കാർ 1നെക്കാട്ടും സ്പീഡ് കാർ 2ന് കൂടുതലാണ് അല്ലേ? 30 മീറ്റർ/സെക്കൻഡ് ഉണ്ട്. ഇനി ടൈം കണ്ടുപിടിക്കണം. ടൈം T2 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 120 ഡിവൈഡഡ് ബൈ 30. 120നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 സെക്കൻഡ് എന്ന് കിട്ടും. എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. 120നെ നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ സീറോയും പരസ്പരം ക്യാൻസൽ ആയിപ്പോയി, ബാക്കി 12/3 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 12നെ എങ്ങനെ എഴുതാം? 4 × 3 എന്ന് എഴുതാം. 3യെ നമുക്ക് 3 × 1 എന്ന് എഴുതാം. ഈ 3യും ക്യാൻസൽ ആയിപ്പോയി, ബാക്കി എത്രയുണ്ട് ഇവിടെ? 4. താഴെ ഒരു 1 ഉണ്ട്, അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് 4 എന്ന് എഴുതാം. 4/1ന് നമുക്ക് 4 എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പോൾ 4. അപ്പോൾ ഇവിടുത്തെ ആൻസർ 4 സെക്കൻഡ്. അപ്പോൾ രണ്ടാമത്തെ കാറ് ആ ഡിസ്റ്റൻസ് 120 മീറ്റർ എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം 4 സെക്കൻഡ്. ഒന്നാമത്തെ കാറ് 75 മീറ്റർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്നത് 3 സെക്കൻഡ്. അപ്പോൾ ഏത് കാറാണ് ആദ്യം എത്തുന്നത്? ഫസ്റ്റ് കാർ അല്ലേ? കാർ 1 ആണ് ഫസ്റ്റ് എത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് എങ്ങനെ എഴുതാം? മലയാളം മീഡിയംകാർക്കുള്ളത് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇതിന്റെ നമ്മൾ എഴുതിയ കാൽക്കുലേഷന്റെ താഴെ ഇങ്ങനെ എഴുതണം. ഇംഗ്ലീഷ് മീഡിയംകാർ ഫസ്റ്റ് കാർ വിൽ റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഫസ്റ്റ്. മലയാളം മീഡിയംകാർ ആദ്യത്തെ കാർ ആയിരിക്കും ആദ്യം ബിയിൽ എത്തുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബസ് സിയിൽ നിന്നും പുറപ്പെട്ട് 7 സെക്കൻഡ് കൊണ്ട് ഡി എന്നൊരു ബിന്ദുവിൽ എത്തുന്നു. ബസിന്റെ സമവേഗം 50 മീറ്റർ/സെക്കൻഡ് എങ്കിൽ സിയിൽ നിന്നും എത്ര ദൂരെയാണ് ഡി എന്ന് കണ്ടെത്തുക. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എ ബസ് സ്റ്റാർട്ട്സ് ഫ്രം സി ആൻഡ് റീച്ചസ് ഡി ഇൻ 7 സെക്കൻഡ്. ഇഫ് ദ യൂണിഫോം സ്പീഡ് ഓഫ് ദ ബസ് ഈസ് 50 മീറ്റർ/സെക്കൻഡ്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം സി ടു ഡി. ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? സി എന്നൊരു പോയിന്റ് ഉണ്ട്, ഡി എന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. സിയിൽ നിന്ന് ഒരു ബസ് യാത്ര ചെയ്ത് ഈ ഡി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേർന്നു. ഇനി ഇതിൻ്റെ സ്പീഡ്, ഈ ബസ്സിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 50 മീറ്റർ/സെക്കൻഡ്. എത്രയാണ്? 50 മീറ്റർ/സെക്കൻഡ് ആണ് ബസ്സിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി ഇത് സിയിൽ നിന്ന് ഡി വരെ എത്തിച്ചേരാൻ എടുത്ത സമയവും ഇവിടെ തന്നിട്ടുണ്ട്. ടി സമയം എന്ന് പറയുന്നത് 7 സെക്കൻഡാണ്. 7 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഈ സിയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഡിസ്റ്റൻസ് എത്രയെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചൂടെ? കാരണം നമുക്ക് ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കാം. അതായത് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സ്പീഡ് ഇൻറ്റു ടൈം. കണ്ടോ? അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് നമുക്കറിയാം, ടൈം നമുക്കറിയാം. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ ഡിസ്റ്റൻസ്? ഇവിടെ നോക്കിയോളൂ. ടൈം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ബസ് സിയിൽ നിന്ന് ഡിയിലെത്താനുള്ള സമയം എന്ന് പറയുന്നത് 7 സെക്കൻഡ് ആണ് അല്ലേ? 7 സെക്കൻഡ്. സ്പീഡ് എത്രയാണ്? 50 മീറ്റർ/സെക്കൻഡ്. ഇനി അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് സിയിൽ നിന്ന് ഡി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് എത്രയാണ്? 50 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 7. അപ്പോൾ 50 × 7. 50 × 7 ചെയ്യുമ്പോൾ എങ്ങനെ വരും? 5 × 7 35. പിന്നെ ഒരു 0 ഉണ്ട്, അത് അതേപോലെ കൊടുത്താൽ. അപ്പോൾ 350 മീറ്റർ. 350 മീറ്റർ ആണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിയിൽ നിന്ന് ഡി എന്ന് പറയുന്നത് എത്ര ദൂരെയാണ്? 350 മീറ്റർ ദൂരെയാണ്. അടുത്തത് ക്വസ്റ്റ്യനെ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ തണ്ടർ ഫ്രം 12,000 മീറ്റർ എവേ? ദ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് 340 മീറ്റർ/സെക്കൻഡ്. അതായത് 12,000 മീറ്റർ അകലെ നിന്നുള്ള ഒരു ഇടി ഉണ്ടല്ലോ, ഇടിയുടെ സൗണ്ട്, ഇടിമുഴക്കം, അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ എത്ര സമയം വേണ്ടി വരും? ഇവിടെ ബ്രാക്കറ്റിൽ ശബ്ദത്തിൻ്റെ വേഗത 340 മീറ്റർ/സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര സമയം വേണ്ടി വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പീഡ് വേണം, ഡിസ്റ്റൻസ് വേണം. ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട് 340 മീറ്റർ/സെക്കൻഡ്. പിന്നെ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് 12,000 മീറ്റർ അല്ലേ? അപ്പം ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടൈം കണ്ടുപിടിക്കണം. എളുപ്പമല്ലേ? ടൈമിൻ്റെ ഇക്വേഷൻ എന്താണ്?
നമ്മൾ നേരത്തെ പഠിച്ചു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 12,000 മീറ്റർ തന്നിട്ടുണ്ട്. സ്പീഡ് 340 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12,000 ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് 340. അപ്പോൾ 12,000 ഡിവൈഡഡ് ബൈ 340. ആ 12,000നെ 340 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 35.29 സെക്കൻഡ് എന്ന് കിട്ടും. ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യാന്നുള്ളതെന്ന് കാണിച്ചു തരാം. 12,000 ഡിവൈഡഡ് ബൈ 340. ഈ സീറോയും വെട്ടിപ്പോയി. ബാക്കി എത്രയുണ്ട്? 1,200 ഡിവൈഡഡ് ബൈ 34. ഇനി നമുക്ക് 1,200ന് എന്ത് ചെയ്യണം? 34 വെച്ച് മൈനസ് ചെയ്യണം. അപ്പോൾ 34 ഇൻറ്റു 3 ചെയ്യണം. 34 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 102 എന്ന് കിട്ടും. 102. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 120ൽ നിന്ന് 102 കുറയ്ക്കണം, അല്ലെങ്കിൽ മൈനസ് ചെയ്യണം. അപ്പോൾ 120ൽ നിന്ന് 102 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. 18 എന്ന് വരും. ഇനി നമുക്ക് ഈ 0 ഇങ്ങ് താഴോട്ട് എടുത്ത് എഴുതാം. ഈ 0 അപ്പോൾ 180 എന്ന് വരും. 34 ഇൻറ്റു 5 ചെയ്യുക. 34 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്ര വരും? 170 എന്ന് വരും. 170. അപ്പോൾ എത്ര വരും? 10. അപ്പോൾ ഇവിടെ 10 ഇത് ബാക്കി വന്നു. ഇനി നമ്മളിവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് വീണ്ടും ഒരു 0 കൊടുക്കും. 34 ഇൻറ്റു 2 ചെയ്യുക. 34 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 68 എന്ന് കിട്ടും. അപ്പോൾ 35.2 വന്നു. എവിടെ എഴുതാമേ? അപ്പോൾ 100 68 എന്ന് വരും. 68 എന്ന് വരുമ്പോൾ 10ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 2, പിന്നെ 9ൽ നിന്ന് 6 വരുമ്പോൾ 320 എന്ന് വരും. ഇനി നമ്മൾ 34 ഇൻറ്റു 9 ചെയ്യുക. 34 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 306 ആണ്. 34 ഇൻറ്റു 9 എത്രയാണ്? 306. അപ്പോൾ എത്ര വരും? 14 എന്ന് വരും. ഇതിങ്ങനെ റിമൈൻഡർ വന്ന് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് മതിയാക്കാം. 35.29 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് 12,000നെ 340 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 35.29 സെക്കൻഡ് എന്ന് പറയും. അതായത് നമുക്ക് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 35.29 സെക്കൻഡ്. അടുത്തത് കംപ്ലീറ്റ് ദ പസിൽ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഒരു പദസൂര്യൻ അല്ലെങ്കിൽ പസിലിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ റൗണ്ട് ഷേപ്പിൽ ബലം അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ഇപ്പുറത്ത് എന്താണ്? ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ നിശ്ചലമാക്കുന്നു. ബ്രിങ്സ് എ മൂവിങ് ഒബ്ജക്റ്റ് ടു റെസ്റ്റ്. അതേപോലെ ബാക്കിയുള്ളത് നമ്മൾ എഴുതി പൂർത്തിയാക്കണം. നമ്മളിവിടെ ഈ പസിലിൽ എന്താ എഴുതേണ്ടത്? അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുമ്പോൾ ഓരോ ഒബ്ജക്റ്റിനും എന്തൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്, അതാണ് നമ്മളിവിടെ എഴുതി ചേർക്കേണ്ടത്. അപ്പം ബലം പ്രയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ബ്രിങ്സ് എ മൂവിങ് ഒബ്ജക്റ്റ് ടു റെസ്റ്റ്, അല്ലേ? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലോട്ട് പോകുന്നു, അല്ലേ? അത് നിശ്ചലാവസ്ഥയിലോട്ട് പോകുന്നു. അതുപോലെ ബാക്കി ഇവിടെ എത്ര? മൊത്തം 5 ലൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 എണ്ണം നമ്മളിവിടെ എഴുതി ചേർക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഞാൻ താഴെ ബുള്ളറ്റിനിട്ട് കണ്ടോ, സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നിങ്ങൾ ആ ഓരോ ലൈനിൻ്റെ അവിടെ ബോക്സ് വരച്ചങ്ങ് എഴുതി ചേർത്താൽ മതി. അപ്പോൾ ഒന്നാമത്തത് ചേഞ്ചസ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ സ്പീഡിന് ചേഞ്ച് വരുത്തുന്നു, വേഗതയിൽ മാറ്റം വരുത്തുന്നു. രണ്ടാമത്തത് ചേഞ്ചസ് ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിൽ മാറ്റം വരുത്തുന്നു. നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് മാറുന്നു. അടുത്തത് ചേഞ്ചസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ദിശ മാറുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരൊറ്റ തട്ട് കൊടുത്തു, അപ്പോൾ ഒരു ബലം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ആവുന്നു. അടുത്തത് മൂവ്സ് ആൻ ഒബ്ജക്റ്റ് ഫ്രം റെസ്റ്റ്. റെസ്റ്റിൽ നിന്ന്, അല്ലേ, നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്ന അവസ്ഥയിലോട്ട് പോകുന്നു, അല്ലേ? റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്താണ് ചലനാവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ കഴിയുന്നു. അതാണ് മൂവ്സ് ആൻ ഒബ്ജക്റ്റ് ഫ്രം റെസ്റ്റ്. റെസ്റ്റിൽ നിന്ന് മൂവ്മെൻറ്റിലോട്ട് പോകുന്നു. അടുത്തത് ചേഞ്ചസ് ദ സൈസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ്, അല്ലേ, അതിൻ്റെ വലിപ്പം ചേഞ്ച് ആവുന്നു, സൈസ് ചേഞ്ച് ആവുന്നു. ഓക്കെ, ഇതൊക്കെ നമുക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അടുത്ത മലയാളം മീഡിയംകാർക്ക് ബലം പ്രയോഗിക്കുമ്പോൾ എന്താണ്? വസ്തുവിൻ്റെ വേഗതയിൽ മാറ്റം വരുന്നു, വസ്തുവിൻ്റെ ആകൃതി മാറുന്നു, വസ്തുക്കളുടെ ദിശ മാറുന്നു, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലിപ്പിക്കുന്നു, വസ്തുവിൻ്റെ വലിപ്പം മാറുന്നു. അടുത്തതാ ഇവിടെ ഒരു ഇലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അതിൽ കർഷണമുണ്ട്, നിറങ്ങൾ കർഷണം, ചിലത് ഫില്ല് ചെയ്തിട്ടുണ്ട്, ചിലത് ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ബോക്സസ് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ആ ബോക്സിൽ ഫില്ല് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഇതായി കൊടുത്തിട്ടുള്ളത്. ഉരുള കർഷണം, എണ്ണ, ഗ്രീസ്, ഗ്രാഫൈറ്റ്, ട്രോളി, പെട്ടി, ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കറക്റ്റ് സ്ഥലത്ത് ഫില്ല് ചെയ്ത് വെക്കണം. നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കാം. ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് കർഷണം. കർഷണം ഒന്നാമത്തത് നിറങ്ങൾ കർഷണം, രണ്ടാമത്തത് അപ്പം എന്താണ്? അത് ഉരുളൽ കർഷണം. കണ്ടല്ലോ? ഇനി എന്താ? ഇനി നിറങ്ങൾ കർഷണത്തിൻ്റെ താഴെ ഒരു ബോക്സ്, അതിൻ്റെ അകത്ത് എന്ത് വരും? നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ പെട്ടി, ട്രോളി, ഗ്രീസ്, ഗ്രാഫൈറ്റ്, എണ്ണ.
ഏതായാലും അതിൽ വരണത് കറക്റ്റായിട്ട് പെട്ടി അല്ലേ. പെട്ടിയാണെങ്കിൽ നമ്മളിങ്ങനെ നീക്കുന്നത് നിരങ്ങൾ കർഷണത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്ന് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചു. അപ്പം നിരങ്ങൾ കർഷണത്തിൻ്റെ താഴത്തെ ബോക്സിൽ എഴുതാനുള്ളത് പെട്ടി. അതുപോലെ ഉരുളൽ കർഷണം എന്ന് പറയുമ്പോൾ അത് ട്രോളിയാണ്. ട്രോളി ബാഗിൻ്റെ അടിയിൽ എന്തുണ്ട്? അതിൻ്റെ താഴെ ചെറിയ വീൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വലിച്ചു നീട്ടാം അല്ലേ. അപ്പോൾ ഉരുളൽ കർഷണത്തിൻ്റെ എക്സാമ്പിൾ അവിടെ താഴെ കൊടുക്കാനുള്ളത് ട്രോളി. ഇനി സ്നേഹകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നമുക്ക് നേരത്തെ തന്നിട്ടുള്ള ഗ്രീസ്, ഗ്രാഫൈറ്റ്, എണ്ണ ഒക്കെ. നമുക്കറിയാം ഖരാവസ്ഥയിലുള്ള സ്നേഹകത്തിന് ഉദാഹരണമാണ് ഗ്രാഫൈറ്റ്, നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം സ്നേഹകങ്ങളുടെ താഴെ 3 ബോക്സിൽ ഗ്രീസ്, ഗ്രാഫൈറ്റ്, എണ്ണ, ഇത് 3 എഴുതി ചേർക്കുക. മനസ്സിലായോ നിങ്ങൾക്ക് ഈ ഒരു ഇലസ്ട്രേഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതെന്ന്? ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രിക്ഷൻ, 2 ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ. അതിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ബോക്സ്, പിന്നെ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ട്രോളി. പിന്നെ ലൂബ്രിക്കൻറ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? ഗ്രീസ്, ഗ്രാഫൈറ്റ്, ഓയിൽ. ഓക്കെ ആണല്ലോ. അതേപോലെ മറ്റൊരു ഇലസ്ട്രേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ബലം. ഫസ്റ്റ് സമ്പർക്ക ബലം. അപ്പോൾ ഇപ്പുറത്ത് എന്തായിരിക്കും അറിയാലോ. അപ്പോൾ അത് എഴുതുക, എന്നിട്ട് അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് താഴെ എഴുതുക. അപ്പോൾ അത് ഫില്ല് ചെയ്യേണ്ട ആ ബോക്സിൽ ഫില്ല് ചെയ്യേണ്ട വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സമ്പർക്കരഹിത ബലം, പേശീബലം, ജലത്തിന്റെ പ്രതിരോധം, താങ്ങുബലം, കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം, സ്ഥിത വൈദ്യുത ബലം. അപ്പോൾ ഈ പറയുന്ന ബലങ്ങളെല്ലാം സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം എന്നിങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതണം. ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഇതിൽ സമ്പർക്ക ബലത്തിൽ വരുന്നത്, ഏതൊക്കെയാണ് ഇതിൽ സമ്പർക്കരഹിത ബലത്തിൽ വരുന്നത് എന്നിങ്ങനെ. അപ്പോൾ നോക്കിയോളൂ. ബലം 2 ടൈപ്പ് ഉണ്ട്. സമ്പർക്ക ബലം, പിന്നെ ഏതാണ്? സമ്പർക്ക രഹിത ബലം. ഇനി സമ്പർക്ക ബലത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? പേശീബലം, ജലത്തിന്റെ പ്രതിരോധം, താങ്ങുബലം. ഇത് 3 സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങൾ. ഇനി സമ്പർക്ക രഹിത ബലമാകുമ്പോൾ ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം, സ്ഥിത വൈദ്യുത ബലം. ഇത് എക്സാമിന് ചോദിക്കാം. ഇവ തമ്മിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തന്നിട്ട് ഇതിൽ ഈ സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം എന്നിവ ഏതൊക്കെയാണ് എന്നുള്ളത് ഉചിതമായ കോളത്തിൽ എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചേക്കൊള്ളണം കേട്ടോ. അപ്പൊ കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം, സ്ഥിത വൈദ്യുത ബലം, ഇത് 3 സമ്പർക്കരഹിത ബലമാണ്. സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങളാണ് ജലത്തിന്റെ പ്രതിരോധം, താങ്ങുബലം, പേശീബലം എന്നിവ. ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഫോഴ്സ് 2 ടൈപ്പ് അല്ലെ. കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ് മസ്കുലാർ ഫോഴ്സ് അല്ലെങ്കിൽ പേശീബലം, പിന്നെ ജലത്തിന്റെ പ്രതിരോധം അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസ്, പിന്നെ താങ്ങുബലം അതെന്ന് വെച്ചാൽ നോർമൽ ഫോഴ്സ്. അപ്പം കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ മസ്കുലാർ ഫോഴ്സ്, വാട്ടർ റെസിസ്റ്റൻസ്, നോർമൽ ഫോഴ്സ്. ഇനി നോൺ കോണ്ടാക്ട് ഫോഴ്സ്, അതിന് എക്സാമ്പിൾസ് ആണ് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇത് 3 നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ 8ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ സോഷ്യലിൻ്റെ 2 ചാപ്റ്റർ തീർത്തു, കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി, ഫിസിക്സിൻ്റെ 2 ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ആയി, പിന്നെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് നമ്മുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.